നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിഷ്ണു രമേശ് എന്നാണ് ആ കുട്ടിയുടെ പേര്. 31 വയസ്സ്, ഉത്രട്ടാതി നക്ഷത്രം, 5'11" ഹൈറ്റ്, 79 kg വെയിറ്റ്. സ്ലൈറ്റ് ദോഷം എന്ന് പറഞ്ഞ് കാട്ടിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലൈറ്റ് ദോഷം അല്ലെങ്കിൽ അരദോഷം അല്ലെങ്കിൽ ഒരു ദോഷം അല്ലെങ്കിൽ ഒന്നര ദോഷം, ശുദ്ധജാതകം ഇങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും ഓരോ പണിക്കർ അല്ലെങ്കിൽ ജോത്സ്യനെ ഡിപ്പെൻഡ് ചെയ്യും. ഇന്ന് ഞാനൊരു ജോത്സ്യനാണ്, നന്നായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് 2 ദോഷം ഉണ്ടാവാം. വേറെ ചിലർ നോക്കുമ്പോൾ അരദോഷം ഉണ്ടാവുള്ളൂ, വേറെ ചിലർ നോക്കുമ്പോൾ ഒരു ദോഷം ഉണ്ടാവുള്ളൂ. അപ്പം അതിനൊരു കൃത്യത നമുക്കൊരിക്കലും അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെല്ലാം ജ്യോതിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അരദോഷം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും നോക്കാതിരിക്കരുത്. പ്രൊഫൈലുകൾ എപ്പോൾ നല്ലത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും 1, 2, 3 ജ്യോതിഷനെ കൊണ്ടെങ്കിലും നോക്കിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വിഷ്ണു രമേശിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാം. വിഷ്ണു രമേശ്, 31 വയസ്സ്, ഉത്രട്ടാതി നക്ഷത്രം, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, അമൃത വിശ്വവിദ്യാപീഠം, കൊല്ലത്തു നിന്നാണ് പാസ്സായിരിക്കുന്നത്. അച്ഛൻ രമേശ് ex-NRI ആണ്. അമ്മ ആശ രമേശ് ഹൗസ് വൈഫാണ്. ഒരു സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്, ദുബായിലാണ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ്, കോഴിക്കോട് സെറ്റിൽ ചെയ്തിട്ടുള്ള, കോഴിക്കോട് നേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് നെതർലാൻഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. വിഷ്ണു രമേശിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു നല്ല സാലറിയൊക്കെയാണ് കാട്ടിയിരിക്കുന്നത്. ആരൊക്കെങ്കിലും നെതർലാൻഡ്സിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഫാമിലി. കാരണം ഈ ഫാമിലി ഞാൻ, അച്ഛൻ, അമ്മ, വിഷ്ണു, ഇവരെ എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വയറ്റ് മാച്വേർഡാണ്, നല്ല ഒരു ആൺകുട്ടിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ആ സംസാരിക്കുന്ന രീതി, കാര്യങ്ങൾ എല്ലാം വളരെ നല്ല ഒരു ഒതുക്കവും മണക്കവും എന്നൊക്കെ പറയില്ലേ, ഒരു വെൽ മാനേർഡ് അല്ലെങ്കിൽ വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വിഷ്ണു രമേശ്. ഫാമിലി, അച്ഛൻ അമ്മയും തന്നെ കുറേ നേരം എന്നോട് സംസാരിച്ചിരുന്നു വന്നിട്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ നെതർലാൻഡ്സിൽ നിന്ന് വരുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് IT പ്രൊഫഷണൽസിന് തന്നെയാണ് ആ കുട്ടി പ്രീഫർ ചെയ്യുന്നത്. അതായത് മുൻഗണന കൊടുക്കുന്നത് IT പ്രൊഫഷണൽസിനാണ്. നല്ല ഒരു തറവാട്ടുകാർ തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടണം. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഏത് വീട്ടിലായാലും വിവാഹത്തിന് പ്രായമായ കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛൻ, അമ്മ, കുട്ടികൾ തമ്മിൽ, സഹോദരങ്ങൾ എല്ലാവരും കൂടി നല്ല ഒരു ഡിസ്കഷൻ. എന്താണ് ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ പറയും ഇപ്പം എനിക്ക് കല്യാണം വേണ്ട, മക്കൾ പറയുന്ന ഒരു സ്ഥിരം വരികളാണ്, എനിക്ക് കല്യാണം ഇപ്പം നോക്കണ്ട, ആയിട്ടില്ല. അച്ഛനമ്മ നിർബന്ധിക്കുക, അച്ഛനമ്മ ആകെ പേടിച്ചിരിക്കുക. കാരണം അച്ഛനമ്മയ്ക്കിൻ്റെ പേടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാർ ചോദിക്കേ, എന്താ മകൾക്ക് നോക്കണില്ലേ, എന്താ മകന് നോക്കണില്ലേ, എത്രയായാലും വയസ്സ്. ഇതൊരു വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം നമ്മളിപ്പോൾ നാട്ടുകാരെയും കൂടി ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. കുറച്ചാളുകൾക്ക് മാത്രമേ അതൊക്കെ ഒഴിഞ്ഞു മാറി പോകാൻ പറ്റുള്ളൂ, പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ടെൻഷനായി. അപ്പോൾ ഈ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളുമായിട്ട് സംസാരിക്കുക. നാട്ടുകാർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്ക് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വരിപ്പെടേണ്ട. കുട്ടികളോട് നന്നായിട്ട് സംസാരിക്കൂ. കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. ചിലർക്ക് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവർ മതി, ചിലർക്ക് IT സെക്ടറിനെ വേണമെന്നുണ്ടാവും,
ചിലർക്ക് ഗവൺമെൻറ് സെക്ടർ മതിയാവും, ചിലർക്ക് ബാങ്കിങ് ഏരിയ ആയിരിക്കും, ചിലർക്ക് ഹൈറ്റ് ഇത്ര വേണം, ചിലർക്ക് വെയിറ്റ് ഇത്ര മതി, ഇന്ന നാടായിരിക്കണം എന്നൊക്കെ പറയുന്ന ധാരാളം അഭിപ്രായങ്ങൾ ധാരാളം പറയുന്ന കുട്ടികളാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ അച്ഛനമ്മമാർ നന്നായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആരാണോ ഇവരുടെ രക്ഷിതാവായിട്ട് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത് വെച്ചാൽ അവരിതെല്ലാം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ, എൻ്റെ ഒറ്റപ്പാലത്തൊക്കെ പറയുന്ന ഒരു വലിയ ധർമ്മദൈവങ്ങൾ, നമ്മളുടെ കുടുംബത്തിലെ കുടുംബങ്ങൾ മാത്രം, നമ്മുടെ കുടുംബക്കാർ മാത്രം പോകുന്ന അമ്പലത്തിനെയാണ് ധർമ്മദൈവങ്ങൾ എന്ന് പറയുന്നത്. മിക്കവാറും അത് നമ്മുടെ തറവാട്ട് കോമ്പൗണ്ടിൻ്റെ അകത്തായിരിക്കും ആ അമ്പലത്തിൻ്റെ ഉള്ള പ്രതിഷ്ഠ കാര്യങ്ങൾ. ചിലപ്പോൾ നാഗങ്ങൾ ഉണ്ടാവും കൂടെ. വെളുത്തങ്കാവ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് ഇവിടെ. വെളുത്തങ്കാവ്, ഇങ്ങനെ ദേവി അല്ലെങ്കിൽ ബാലമണികണ്ഠൻ, ഇങ്ങനെയൊക്കെ പല പ്രതിഷ്ഠകളായിരിക്കാം. അവരെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അവരെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം നല്ലൊരു മാട്രിമോണിയൽ എന്ന് പറയുന്നത്, എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും, ഞാൻ ഒരാളെ കുറ്റം പറയുന്നില്ല ഈ കാര്യത്തിൽ, എവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇപ്പോൾ ബ്രോക്കറുടെ അടുത്ത് കൊടുക്കുകയാണെങ്കിലും ഇവരുടെയൊക്കെ പെർഫോമൻസ് ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും. പെർഫോമൻസ് നന്നായി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ രജിസ്റ്റർ ചെയ്യുക. അവരോട് കൃത്യമായിട്ട് സംസാരിക്കേണ്ടത്, വിവാഹം ശരിയായി കഴിഞ്ഞാൽ എത്ര പൈസയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അങ്ങനെയുള്ള വല്ല ആചാരങ്ങളും അവർക്കുണ്ടോ. കാരണം നല്ലൊരു ശതമാനം ആളുകളും എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം പോയിട്ട് ബഹളം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ള ആൺകുട്ടികളാണെങ്കിൽ മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അവർ നിങ്ങൾക്ക് പല മോഹന വാഗ്ദാനങ്ങൾ നൽകും. അതായത്, ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തരാം, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, എത്ര പൈസ അടയ്ക്കും. എനിക്ക് നിങ്ങളോട് ഒരു എതിർപ്പുമില്ല, എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്താ ചെയ്യുക? വരുന്ന പെൺകുട്ടികൾ, മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന പെൺകുട്ടികൾ 100% ഹൈലി ക്വാളിഫൈഡ് കുട്ടികളാണ് വരുന്നത്. ഇവരുടെ അച്ഛനമ്മമാർ എന്തൊക്കെ പറയുകയെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവർ മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് പൈസ പോകാതെ കിട്ടും. നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖാന്തരം, നിങ്ങളുടെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അവർ മുഖാന്തരമൊക്കെ ഇത് ശരിയാക്കി എടുക്കുക വേണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ തന്നെ വഴികളുള്ളൂ, അല്ലാതെ വേറെ യാതൊരു വഴികളും ഇല്ല. എന്നെ ദിവസേന എന്നുള്ള നിലയ്ക്ക് 10ാം ക്ലാസ്സുകാരും 12ാം ക്ലാസ്സുകാരും ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ ഞാൻ പറയാറ്, എനിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ, കാരണം എനിക്ക് പൈസ കിട്ടും. പക്ഷെ ഉദ്ദേശിച്ച ഗുണം നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറയരുത് സാധാരണക്കാർ കുട്ടികളില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാക്കാൻ പാടില്ല. അത് കാരണമാണ് ഞാൻ പറയുന്നത്, കഴിയുന്നതും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഇവിടെയെന്നല്ല, എവിടെയായാലും ആരെങ്കിലും നിങ്ങളോട് ചെയ്തു തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% മനസ്സിലാക്കിക്കോളൂ, പൈസ പോകുന്നതായിരിക്കും നിങ്ങളുടെ, വേറൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഈ കാര്യങ്ങൾ. ചിലപ്പോൾ ഉണ്ടാകാം, വളരെ ഒരു 1% ഒക്കെ ശരിയാക്കി കൊടുക്കുന്നവർ ഉണ്ടാകാം, പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. അടുത്തത് ജാതകത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും പഠിക്കാതിരിക്കുക. ഈ കല്യാണം കഴിയുന്നവരൊക്കെ ഞങ്ങൾ ജാതക വർത്തമാനം ഒന്നും പറയില്ല എന്ന് തീരുമാനിക്കുക. നിങ്ങൾ ജ്യോത്സ്യനെ കൊണ്ട് നോക്കൂ. ജ്യോത്സ്യനെ കൊണ്ട് നോക്കി നിങ്ങൾക്ക് പ്രൊഫൈലുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, 2 ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രൊഫൈലൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജ്യോത്സ്യനെ കൊണ്ട് നോക്കൂ. ഒരാൾ നോ പറഞ്ഞാൽ അടുത്ത ആളുടെ അടുത്തേക്ക് പോകൂ. 3, 4, 5 പേരുടെ അടുത്തെങ്കിലും പോകൂ. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഹോറോസ്കോപ്പ് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പരിപാടിക്ക് പോകണ്ട. അതല്ല നമ്മളുടെ ആവശ്യം. വിവാഹം നടക്കുക എന്നുള്ളതാണ്. ആ വിവാഹം നടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക.
അല്ലാതെ ആ പണിക്കരി ഇത് പറഞ്ഞു, ഈ ജോത്സ്യൻ അത് പറഞ്ഞു, ഇതൊന്നും നിങ്ങളുടെ വിഷയമേ അല്ല. ഇതൊക്കെ ഒരു വിശ്വാസം മാത്രം. 10ൽ 5 പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ പോലും മദ്യേന നല്ലതാണ്, വളരെ നല്ലതാണ്, അത് വെച്ച് മുന്നോട്ട് പോകണം. ചിലർ പറയും, അയ്യോ മദ്യമത്തിൽ എങ്ങനെ ഇപ്പോൾ ഇത് നടത്തുക എന്നൊക്കെ ഉള്ളൊരു സംശയം വരും. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, അത് വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മുന്നോട്ട് പോയാൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ ജാതകത്തിന്റെ കാര്യങ്ങൾ ഇതിനെ എത്ര എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 26 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 26 പറയുന്ന വരികളല്ല 36 പറയുക. 36 പറയുന്ന വരികൾ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. 26 വലിയ ആൾക്കാരായിരുന്നു, വലിയ സംഭവങ്ങളായിരുന്നു. ജാതകം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ ബലം പിടിച്ച് അവസാനം 36 വയസ്സെത്തുമ്പോഴാണ് ബോധം വരുന്നത്. വയസ്സിങ്ങോട്ട് എത്തി. അപ്പൊ പറയും, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കുട്ടി മതി, ജാതകം വേണ്ട, ഒന്നും വേണ്ട. ആ സമയത്ത് ജാതകം വേണ്ട പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അതേപോലെ തന്നെ പല ജ്യോത്സ്യന്മാർ പറയുന്ന ഒരു വരിയുണ്ട്, ഈ കുട്ടിക്ക് 31 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, 32 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് വിവാഹം നോക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. അല്ലാണ്ട് ജ്യോത്സ്യൻ 31 വയസ്സ് കഴിഞ്ഞിട്ട് പറഞ്ഞു, 32 വയസ്സ് കഴിഞ്ഞിട്ട് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇരിക്കേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. അത് വെച്ച് മുന്നോട്ട് പോകണം. പെട്ടെന്ന് തന്നെ ശരിയായി കഴിപ്പിച്ചു കൊടുക്കും വേണം. പാകത്തിന് മതി ഇതെല്ലാം. ഒരു ലക്ഷ്മൺ രേഖ വേണം ഇതിനൊക്കെ. കഴിയാവുന്നത്ര കാര്യങ്ങൾ നമ്മളുടെ ഒരു വിവേകം വെച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പതിനെട്ടാം നൂറ്റാണ്ടിലെ ടെക്നോളജികൾ വെച്ച് പോകരുത്. ആധുനിക കാലത്ത് കുറച്ചൊക്കെ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. കുട്ടികളെ ഒരു പരീക്ഷണ വസ്തു ആക്കരുത്. കഴിയാവുന്നത്ര 25, ഒരു 26 ആ വയസ്സിന്റെ ഉള്ളിൽ വിവാഹം നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് ജാതകത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അടുത്തത്, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഓക്കെ ആയി, വീട്ടുകാർക്കെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും, 15 15 കൂടുതൽ ദിവസമെങ്കിലും കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് ചാറ്റ് നടത്തി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണം. ഇപ്പൊ ലൈവായിട്ട് വല്ല ലവ് അഫെയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. കാരണം വേറൊരു ഫാമിലിയും കൂടെ വിളിച്ചയക്കരുത്. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക. അടുത്തത്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കുക. അച്ഛൻ എന്തായിരുന്നു, അമ്മ എവിടെ ജോലി ചെയ്തിരുന്നു, അമ്മയുടെ ക്വാളിഫിക്കേഷൻ, അച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ, സിസ്റ്റർ എന്താ ചെയ്യണം, ബ്രദർ എന്താ ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ചിലർ ഷോർട്ട് ടൈം മെഡിസിൻ ഉണ്ടാവും, ചിലപ്പോൾ ലോങ് ടൈം മെഡിസിൻ ഉണ്ടാവും. മനസ്സിലാക്കി വെക്കണം, തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. അടുത്തത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എവിടെയാണ്, എന്താണ്, അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട കാര്യം, അമിതമായ ബാങ്കിങ് ലോൺസ്, മാസം EMI എത്ര അടയ്ക്കുന്നുണ്ട് എന്ന് ചോദിക്കണം. ചില രക്ഷിതാക്കൾക്ക് ലോണ് കിട്ടില്ല ബാങ്കിൽ നിന്ന്, കാരണം അവർ റിട്ടയർഡ് ലൈഫായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? മക്കളുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് അവർ ലോൺ എടുക്കും.
അപ്പം അത് മക്കളാവും അടയ്ക്കുന്നുണ്ടാവുക, അച്ഛൻ സഹായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അമ്മ സഹായിക്കുന്നുണ്ടാവും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് അന്വേഷിച്ച് വെക്കണം എത്ര ഉണ്ട് എന്നുള്ളത്. നാളെ എന്തെങ്കിലും ഇവർക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം മറ്റേ ആളെടുക്കേണ്ടി വരും. അപ്പോൾ ഈ അച്ഛനും അമ്മയൊന്നും ഒപ്പം ഉണ്ടായിന്ന് വരില്ല. ഇതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറി സ്ലിപ്പൊക്കെ കാണുമ്പോൾ ഇതെന്താ EMI ഇത്ര, ഇങ്ങനെയൊക്കെ ഉള്ള വർത്തമാനം ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തടങ്ങായി അൺനെസസറി ഡിസ്കഷൻ, അതൊരു ഫൈറ്റിംഗ് മോഡിലേക്ക് പോവും. ഇങ്ങനെയൊന്നുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവരുത്. കുടുംബ കോടതിയിലെ വക്കീലന്മാർക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പോൾ. ഒരു നിസാര കാരണം മതി ഓടിയെത്തുന്ന അവിടേക്കാ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുടുംബ കോടതി, അവിടെ ഒന്ന് പോയി കാണണം ആ കാഴ്ച. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിസ്സാര കാര്യങ്ങളാണ്, നിസ്സാര കാര്യങ്ങൾ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പം കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു കാരണവശാലും ഉണ്ടാവരുത്. എല്ലാവരും നന്നായി സംസാരിക്കുക. എല്ലാവിധ മംഗളാശംസകളും. നന്ദി, നമസ്കാരം. ജയശങ്കർ.